നോമ്പിന്റെ ഈ 17-ാം ദിനത്തിൽ വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ വിശുദ്ധ യോസേപ്പിതാവിനെ കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ആണ്ടുതോറും ജെറുസലമിൽ തിരുനാളിൽ പങ്കെടുക്കുവാൻ തിരുക്കുടുംബം പോവുക പതിവുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. തങ്ങളുടെ ദൈവികതയും ദൈവവിളിയെയും മറന്ന് നാട്ടുനടപ്പനുസരിച്ചുള്ള പൊതുപ്രവർത്തനങ്ങളിലും ദൈവവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിലും തിരുക്കുടുംബം പങ്കെടുത്തിരുന്നു എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാണ്. നെറ്റിയിൽ വേർപ്പ് കണ്ട അപ്പം ഭക്ഷിക്കുക എന്നുള്ളത് വിശുദ്ധ യോസേപ്പിതാവിന്റെ ഒരു ആദർശം തന്നെയായിരുന്നു. സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെയും ദേവാലയത്തെയും തള്ളിപ്പറയുക എന്ന ഒരു അപകട സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഈ അവസരത്തിൽ തന്റെ കുടുംബത്തെ ദൈവത്തോട് ചേർന്ന് നിർത്തിയ വിശുദ്ധ യോസേപ്പിതാവിനെ പോലെ നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തെ ദൈവാത്മകമായി വളർത്തുവാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെ ജീവിതത്തിൽ സുഖസൗകര്യം ഉണ്ടായാലും തൊഴിലിന്റെ മഹാത്മ്യവും ലാളിത്യവും വിശുദ്ധ യോസേപ്പിതാവിൽ നിന്ന് നാം തിരിച്ചറിയണം. ഈ നല്ല പിതാവിനെ നമുക്ക് അനുകരിക്കാം. തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തും ദൈവഹിതമാണ് എന്ന് വിശുദ്ധ യോസേപ്പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു. ദൈവഹിതത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന ഒരു നല്ല പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ നല്ല പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് വിശുദ്ധി ഇഷ്ടപ്പെടാത്തത്? എന്നാൽ അതിലേക്കുള്ള പാത ഇടുങ്ങിയതും ദുർഘടവുമാണ് എന്നറിയുമ്പോൾ പാതി വഴിയിൽ വെച്ച് നാം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന സഹായകരും മധ്യവർത്തിയുമാണ് വിശുദ്ധ യോസേപ്പിതാവ്. ഈ യോസേപ്പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും തന്നിലേക്ക് ആകർഷിക്കാതെ മൗനിയായി നിന്നുകൊണ്ട് തന്റെ കരം പിടിക്കുന്നവരെ ദൈവകുമാരനിലേക്ക് ആനയിക്കുന്ന വത്സല പിതാവ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചായ്വുകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും വിശുദ്ധ യോസേപ്പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ ആത്മീയയാത്രയിൽ ആന്തരിക വെളിച്ചം മങ്ങുമ്പോൾ ജോസഫിന്റെ ശോഭ നമുക്ക് വെളിച്ചമാകട്ടെ. വിശുദ്ധന്റെ മാതൃകയായ വിശുദ്ധ യോസേപ്പിതാവേ, വിശുദ്ധിയിലും വേഗത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും സ്തുതിയായിരിക്കട്ടെ.